അമ്മച്ചേ ആലിസേ എന്നാടി ഇച്ചായ എന്ന് കിച്ചുവിന്റെ എൻട്രൻസിന്റെ റിസൾട്ട് വരുവാ. എനിക്ക് ആകെ പേടിയാവുന്നു. അവൻ ജയിക്കോ ഇച്ചായ? അവൻ ജയിക്കുമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയാനാ? ഞാനാണോ പേപ്പർ നോക്കുന്നത്? അല്ലെങ്കിലും ഇച്ചായന് അതിലൊന്നും വലിയ താല്പര്യം കാണത്തില്ല. കാരണം അവൻ എന്റെ ആന്റിയുടെ മോനല്ലേ. എന്നാ വർത്തമാനാടി അത്? എടീ, പഠിച്ചതവൻ, പരീക്ഷ എഴുതിയതവൻ, ജയിക്കുന്നതും അവൻ. ഇതിൽ നമുക്കെന്ത് ചെയ്യാനാ? സിദ്ധാന്തം പറയാതെ ഒന്ന് എഴുന്നേറ്റ് പോയിക്കേ. ഞാൻ ഒരു വട്ടം ഒന്ന് കൊന്തേലട്ടെ. നിനക്ക് വേറെ പണിയൊന്നുമില്ല. എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. ഏത് നേരം ഈ മൊബൈലിൽ തന്നെ ഇരിപ്പണോ? ആലീസിന് സ്വഭാവം അറിയാവോ? ഇഷ്ടപ്പെട്ടില്ല നിന്നെ ഇവിടുത്തെ പറപ്പിക്കും കേട്ടോ. അയ്യോ, ചേച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഒന്നും പറയൂല. ഞാൻ എന്ത് ചെയ്താലും ചെറുതായിട്ട് പോലും എന്നെ വഴക്ക് പറയൂല. ഞാനും ചേച്ചിയെ ഇപ്പൊ അടയും ചക്കരയും പോലെയാണ്. പിന്നെ എനിക്കൊരു സഹായം ചെയ്യാവോ? ഞാൻ ഇവിടെ അങ്ങ് ഇറങ്ങി അങ്ങ് പോട്ടെ. നിനക്ക് എന്നെ കാണാൻ മേലെ. എപ്പോഴും നിനക്ക് എന്നെ കണ്ടാൽ സഹായം വേണം. 2000 രൂപ കടം തരുമോ? നിനക്കെന്തിനാ ഇപ്പൊ 2000 രൂപ? എന്റെ മൊബൈൽ ബില്ല് അടയ്ക്കാനാ. പിന്നെ കുറച്ച് സാധനവും വാങ്ങിക്കാറുണ്ട്. എന്റെ സാലറി അടുത്ത ആഴ്ച കിട്ടും. അപ്പൊ ചേട്ടന് തിരിച്ചു തരാം. വിഷം മേടിക്കാൻ പോലും കാശില്ല. 2000 രൂപ എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന ബൈക്ക് ഞാൻ ഇങ്ങനെ ഇറക്കിയാണ്. ഈ ഒരു കാര്യം നീ ആലീസിനോട് ചോദിക്കും. ശമ്പളത്തിനകത്ത് അഡ്വാൻസ് ഇങ്ങനെ തരാൻ പറയേ. അയ്യോ, അതൊക്കെ മോശമല്ലേ ഏട്ടാ? ഇടി കാര്യം കാണണമെന്നുണ്ടെ കഴുതക്കാലം പിടിക്കണം. ചേച്ചി എന്ത് വിചാരിക്കും? ഒരു 2000 രൂപ പോലും കയ്യിലില്ലാത്ത ആളെന്ന് വിചാരിക്കൂലേ? പിന്നെ എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പൻ ടാറ്റായ അമ്മാവും ബ്രില്ലയല്ലേ. അതുകൊണ്ടാണല്ലോ നീ വീട്ടു ജോലിക്ക് വേണ്ടി വന്നേക്കുന്നത്. ഇടി ഇത്ര അഭിമാനം ഒന്നും പൊക്കി പിടിച്ചോണ്ട് നടക്കല്ലേ. നീ അല്ലേ പറഞ്ഞ ആലീസ് അടയും നീ ചക്കരയാണെന്ന്. ഈ ചക്കരക്ക് ഇച്ചിരി അടയോടി ഒന്ന് അങ്ങ് ചോദിച്ചാ പോരെ? വെറുതെ അച്ഛനെ വിളിയിട്ട് ഒരു അത്യാവശ്യം വന്ന് എടുക്കത്തില്ല. എടുക്കുന്നില്ല. ചേച്ചി, എനിക്കൊരു ചെറിയ സഹായം ചെയ്യോ? ഒരു 2000 രൂപ എനിക്ക് അഡ്വാൻസ് ആയിട്ട് തരാവോ? എന്ത്? വിചാരിക്കാത്ത കുറച്ച് അത്യാവശ്യങ്ങൾ വന്ന്. അടുത്ത ആഴ്ച ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ ചേച്ചി? അതെ ചാരു, എന്താ പ്രശ്നമെന്നറിയോ? എനിക്ക് നിന്നെ സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇച്ചായന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ലേ? കാശിന്റെ കാര്യത്തിലൊക്കെ ഇച്ചായൻ ഭയങ്കര സ്ട്രിക്റ്റാ. കടമായിട്ടല്ലല്ലോ ഞാൻ ചോദിച്ചത്. ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറഞ്ഞില്ലേ? എനിക്കത് മനസ്സിലായി. പക്ഷെ ഞാൻ ഈ കാര്യം ചെന്ന് ഇച്ചാന്റെ അടുത്ത് പറയുമ്പോഴേ ഇച്ചാൻ എന്താ തിരിച്ചു പറയാൻ പോണെന്നറിയോ? എനിക്കെന്നും 1-ാം തീയതി അല്ലേ സാലറി കിട്ടുന്നത്. അപ്പൊ ഇടയ്ക്ക് എന്ന് ഞാൻ അഡ്വാൻസ് ചോദിച്ചാൽ സർക്കാർ തരുമോന്ന് ചോദിക്കും. ഇച്ചാനൊരു പ്രത്യേക ടൈപ്പാന്നേ. ഞാൻ ചോദിക്കട്ടെ? നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയത് തന്നെ ഇച്ചാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഇങ്ങനെയെങ്ങാനും കൂടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ അപ്പ തന്നെ പറഞ്ഞു വിടും. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക ടൈപ്പാന്നേ. വേറെ എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്ക്. താനാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട്ടിലോട്ടെ. വേണ്ട, വായിച്ചാ ശരിയാവത്തില്ല. ഇച്ചായ, ആ ചാരു എന്നോട് ഒരു 2000 രൂപ ചോദിച്ചു. ശമ്പളത്തിൽ നിന്ന് അഡ്വാൻസ് ആയിട്ടാ ചോദിച്ചത്. അപ്പോഴേ ഞാൻ പറഞ്ഞു ഇതൊന്നും ശരിയാവത്തില്ല, ഇച്ചായൻ അതൊന്നും ഇഷ്ടാവത്തില്ല എന്ന്. ഇച്ചായനോട് എങ്ങാനും വന്ന് ചോദിക്കുവാണെങ്കിൽ അങ്ങനെ എന്നെ പറഞ്ഞേക്കണം. നീ എന്തിനാടി അങ്ങനെ പറഞ്ഞ? അടുത്ത ആഴ്ച അവക്ക് എന്തായാലും ശമ്പളം കൊടുക്കണം. അതിൽ നിന്ന് 2000 രൂപയല്ലേ ചോദിച്ചോളൂ. അത് വേണ്ട ഇച്ചായ. ഈ ഒരു പ്രാവശ്യം കൊടുത്താലേ പിന്നെയും കൊടുത്തോണ്ടിരിക്കേണ്ടി വരും. അല്ലെങ്കിലും കാശിന്റെ കാര്യത്തിൽ ലോഹ്യം കൂടാൻ പോരെന്ന് അപ്പച്ചൻ എന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നാലീസ, എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും. ഇനി നമുക്ക് എന്തായാലും ആ കാശ് കൊടുക്കാനുള്ളതല്ലേ, പിന്നെന്നാ? അത് വേണ്ടാന്നല്ലേ പറഞ്ഞത്. ഒന്ന് കൊടുത്താൽ പിന്നെയും കൊടുക്കണം. അത് മാത്രമല്ല, കാശിന്റെ ഇടപാടാ. പിന്നെ അത് വഴക്കാവും വക്കാണാവും. അതൊന്നും ശരിയാവത്തില്ല. എന്റെ പൊന്നാലീസ, അത്യാവശ്യത്തിനായിരിക്കും ഒരാൾ കാശ് ചോദിക്കുന്നത്. അത്യാവശ്യത്തിന് നമ്മൾ കാശ് കൊടുത്താൽ അതിന്റെ പുണ്യം നമുക്ക് കിട്ടും. ഇല്ലാതെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാശ് കൊടുത്തുള്ള പുണ്യം എനിക്ക് വേണ്ട. ഇനി അവള് വന്ന് ഇച്ചാനോട് കാശ് ചോദിക്കുവാണെങ്കിൽ എന്നെ നാണം കെടുത്താനായിട്ട് എടുത്തു കൊടുത്തേക്കരുത്. എന്റെ പൊന്നുമോളെ, നീ വെച്ച ജോലിക്കാരി, നിന്റെ ഇഷ്ടത്തിന് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാനില്ലേ? നല്ല ഇച്ചായ. ഇനി വായിച്ചു. തീർച്ചയാണല്ലോ. നിനക്ക് ഒരു ജോലി ഇല്ലല്ലേ? ലതയോ, നിനക്ക് ആലീസിന്റെ വീട്ടിൽ ജോലിയില്ലേ? ഉണ്ട് ചേച്ചി. അവിടുത്തെ ജോലിയൊക്കെ തീർന്ന് ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാ. എനിക്കൊരു സഹായം ചെയ്യോ? എന്താ കാര്യം? എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു.
എന്റെ ശമ്പളത്തിൽ നിന്നേ ഒരു 2000 രൂപ അഡ്വാൻസ് ആയിട്ട് തരാവോ? ഓ, സത്യേട്ടന്റെ പൈസയുടെ കാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്നത് സത്യേട്ടനോട് ചോദിക്കണം. ചേച്ചി ഒന്ന് ചോദിച്ചു നോക്കൂ. ഞാൻ സാറിനോട് ചോദിച്ചാൽ അത് ശരിയാവൂല, അതുകൊണ്ടാ. സത്യേട്ടന്റെ സ്വഭാവം നിനക്ക് ഏറെക്കുറെ മനസ്സിലായതല്ലേ. പൈസയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ല. പുറത്തിറങ്ങി ചായ കുടിക്കാൻ പോലും 10 പൈസ ചെലവാക്കാത്ത പിശുക്കനാ. ഞാൻ അഡ്വാൻസ് അല്ലേ ചേച്ചി ചോദിച്ചത്. സംഗതിയൊക്കെ ശരിയാ. എന്തായാലും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. കാര്യം നടക്കുന്ന വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ചേച്ചി ഒന്ന് ചോദിച്ചു നോക്ക് പ്ലീസ്. മോളെ, കുറെ നേരമായല്ലോ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന, പഠിക്കാനൊന്നുമില്ലേ? ഞാൻ പഠിക്കുക അച്ഛാ. ഞാൻ സ്കൂളിൽ പോകാത്ത ദിവസത്തെ നോട്ടായത്. അഭിലാഷിന്റെ നോട്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയച്ചു തന്നതാ. ഓ, അത് ശരി. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും സ്കൂളിൽ പോയി പഠിക്കണ്ടല്ലോ. ടീച്ചറെല്ലാം അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങ് വാട്സാപ്പിൽ അയച്ചു തന്നാൽ മതിയല്ലോ. കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങനെ ആവുമെന്നാ അഭിലാഷ് പറയുന്നത്. അഭിലാഷ് അതാര്? അമ്മയുടെ ഫ്രണ്ട് രാജി ആൻറ്റി ഇല്ലേ, ആൻറ്റിയുടെ മോനെ അഭിലാഷ്. ആ, അത് ശരി. അവൻ അതും പറയും, അതിൻ്റെ അപ്പുറവും പറയും. അതെ, ആ പയ്യനോട്ടുള്ള കൂട്ടുകെട്ടൊന്നും വേണ്ട കേട്ടോ. സത്യേട്ടാ, ലത വന്നിട്ടുണ്ട്. ലത ഇന്നെന്തിനാ വന്ന്? അവക്ക് കുറച്ച് പൈസ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു. ശമ്പളത്തിൽ നിന്ന് 2000 രൂപ അഡ്വാൻസ് കൊടുക്കുമെന്ന് ചോദിച്ചു. അത് ഇല്ലാന്നങ്ങ് പറഞ്ഞാൽ പോരെ? അതെന്താ സത്യേട്ടാ? ഞാൻ നിന്നോട് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ പറയാൻ തുടങ്ങിയത് അനാവശ്യമായിട്ട് ആരുമായിട്ടുള്ളൊരു സാമ്പത്തിക ഇടപാടും വേണ്ടാന്ന്. ലതയ്ക്ക് നമ്മളൊരു ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ നമ്മളത് കൊടുക്കും. എന്തായാലും കൊടുക്കേണ്ടതല്ലേ. 2 ആഴ്ച മുമ്പ് കൊടുത്തു എന്ന് വെച്ചാൽ ആകാശം ഒടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ലല്ലോ. വീഴും. ആ 2000 രൂപ ഇപ്പം കിടക്കുന്നത് ബാങ്കിലാണ്. അത് 2 ആഴ്ച അവിടെ കിടന്നാൽ എനിക്ക് ആ പലിശ കിട്ടും. അത് മുന്നേ എടുത്തു കൊടുത്താൽ എൻ്റെ 2 ആഴ്ചത്തെ പലിശ പോവില്ലേ? 2000 രൂപയ്ക്ക് 2 ആഴ്ചത്തെ പലിശ എത്ര കോടി രൂപ ഉണ്ടാവും? ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാതിരിക്കാനുള്ള മുടന്ത ന്യായം. കഷ്ടമുണ്ട് കേട്ടോ സത്യേട്ടാ. അച്ഛാ, മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ പറ്റുമ്പോഴൊക്കെ സഹായിക്കണമെന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ പുണ്യം നമുക്ക് കിട്ടുമെന്ന്. ഇതും അഭിലാഷ് പറഞ്ഞു തന്നേനോ? അല്ല, ശാരദ ടീച്ചർ പറഞ്ഞതാ. ഓ, അങ്ങനെ മറ്റുള്ളവർക്ക് കാശ് കൊടുത്ത് കിട്ടുന്ന പുണ്യമൊന്നും തൽക്കാലം നമുക്ക് വേണ്ട. അതെ, ഒരു ചില്ലി കാശ് ഞാൻ തരില്ല കേട്ടോ. ആ ചേച്ചി പാവമല്ലേ അച്ഛാ, പൈസ കൊടുക്കായിരുന്നു. മോളെ ഒരുപാട് ഭാരിച്ച കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. അപ്പൊ മോളുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ആ, നമ്മള് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം കിട്ടുന്നത് അഡ്വാൻസ് ആയിട്ട് ഒരിടത്തുനിന്നും കിട്ടണില്ല. അഡ്വാൻസ് വേണം, കൊടുത്തേനെ. ഒരു രക്ഷയില്ല മോളെ. ശമ്പള ദിവസം അല്ലാതെ 10 പൈസ ഇല്ലെന്നാ പുള്ളി പറയുന്നത്. നീ വേറെന്തെങ്കിലും വഴി നോക്ക്. എന്തൊരു കഷ്ടമാ ചേച്ചി. ഞാൻ ആരെടുത്ത് പോയി ചോദിക്കും? ഇനി ആലീസിനോട് ചോദിച്ചൂടെ? ആ, ബെസ്റ്റ്. ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു. ചേച്ചി, ഇവിടുത്തെ പ്രശ്നം പോലെ തന്നെ അവിടെയും. ആ ചേച്ചിയുടെ കയ്യിൽ 5ന്റെ പൈസ എടുക്കാനില്ല എന്ന്. ആ ഡോക്ടർ ആണെങ്കിൽ ഒടുക്കത്തെ കടംപിടുത്തവും. ഡോക്ടർ സംസാരം കേട്ട അങ്ങനെയൊന്നും അല്ലല്ലോ. ആള് എല്ലാവരെയും സഹായിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൊള്ളാം. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യനാ. പുറമെ എല്ലാവരുടെ അടുത്ത് കളിച്ചും ചിരിച്ച് സംസാരിക്കും, ഒടുക്കത്തെ സിദ്ധാന്തവും പറയും. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോഴേ തനി പിശുക്കനാ. ഞാൻ പൈസ ചോദിച്ചപ്പോഴേ തരാതിരിക്കാനുള്ള ന്യായം എന്താ പറഞ്ഞെന്നറിയാവോ? ഒരിക്കൽ കൊടുത്താ പിന്നെയും കൊടുക്കേണ്ടി വരുമെന്ന്. ആ ദേഷ്യത്തിലാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടത്തെ സാറ് പൈസ തരൂന്നാ വിചാരിച്ചത്. ആ കിട്ടണ പൈസയും കൊണ്ട് ആ സാറിന്റെ മുന്നിൽ ചെന്ന് ഞെളിഞ്ഞ് നടക്കാന്നാ വിചാരിച്ചതാ. ഇനി എന്ത് പറയാനാ? എന്ത് ചെയ്യാനാ? ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. സത്യേട്ടൻ തരികയാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. അല്ല, നീ വേറെ എന്തെങ്കിലും വഴി നോക്ക്. ശമ്പളം കിട്ടുമ്പോ കൊടുക്കാമല്ലോ. ആ, ദാ വിളിക്കുന്നുണ്ട്. എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിലേ അതെനിക്ക് പൈസ തരാനുള്ള വിളിയായിരിക്കും. പൈസ തരാനോ? ചേച്ചി ചെല്ല്. ഞാനൊന്ന് കാര്യമായിട്ട് ആലോചിച്ചപ്പോ ആ പാവത്തിനങ്ങ് സഹായിക്കാന്ന് വെച്ചു. ഏത് പാവത്തിന്? നമ്മുടെ ജോലിക്ക് വരുന്ന കൊച്ചില്ലേ ലത, അതിനെ പൈസ കൊടുക്കാന്ന് വെച്ച്. ഒരുപാട് കഷ്ടപ്പെട്ട് ജോലിയെല്ലാം ചെയ്യുന്നതല്ലേ, സഹായിക്കാം. സത്യേട്ടൻ കാര്യമായിട്ടാണോ പറയുന്നത്? പിന്നല്ലാതെ. പക്ഷെ ഒരു കാര്യം, 2000 രൂപയൊന്നും കൊടുക്കാൻ പറ്റില്ല, ഒരു 1000 രൂപ കൊടുക്കാം. അപ്പോ ഈ 1000 രൂപയുടെ പലിശയോ? ഓ, ഇനിയിപ്പോ അതൊന്നും നോക്കണ്ട. നമ്മുടെ മോള് പറഞ്ഞ പോലെ പുണ്യം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. പലിശ കിട്ടിയില്ലെങ്കിലും പുണ്യമായാലും മതി. സത്യേട്ടൻ കാര്യമായിട്ടല്ലേ പറയുന്നേ? ഇനി ലാസ്റ്റ് ഞാൻ അവളോട് ചെന്ന് പറഞ്ഞിട്ട് കാല് മാറരുത്. 1000 രൂപ ഇപ്പൊ തന്നെ കൈയോടെ കൊടുത്തേക്കാം. പിന്നെ
ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യം? അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ 1000 രൂപ ഉണ്ടല്ലോ, അത് അടുത്ത ശമ്പളത്തിൽ നിന്ന് കൈയോടെ പിടിക്കും. പിന്നെ ഇപ്പോൾ ഒരു പ്രാവശ്യം പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതുപോലെ പൈസ ചോദിച്ചാൽ അത് ആവർത്തിക്കരുത്. ഞാൻ അവളോട് പറയാം. ആ എന്നാ ശരി. നിനക്ക് ജ്യോതിഷം വല്ലതും വശമുണ്ടോ? ഇല്ല. പിന്നെ പൈസ തരാനാ സത്യേട്ടൻ വിളിച്ചത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ പൈസ തരാന്ന് സാറ് സമ്മതിച്ചോ? മുഴുവനുമില്ല, 1000 രൂപ. ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാത്ത മനുഷ്യനാ. ഇങ്ങനെ എന്ത് പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നേ. ചേച്ചി, ചില സാഹചര്യങ്ങളിൽ നമ്മൾ ബുദ്ധിപൂർവ്വം ഇങ്ങനെ പ്രയോഗിച്ച പല കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റും. ഞാൻ കുറച്ചുകൂടി ഡോസ് ഇട്ടിരുന്നെങ്കിൽ ഒരു 2000 രൂപ ഇങ്ങനെ വന്നേ എന്നെ കയ്യില്. മനസ്സിലായില്ല. ഇതൊരു കാൽക്കുലേഷൻ അല്ലേ ചേച്ചി. അത് വിട്. പൈസ ഇപ്പൊ തരുമോ അതോ ഞാൻ പോയിട്ട് പിന്നെ വരണോ? അപ്പൊ തരുമെന്നാ തോന്നുന്നേ. നിനക്ക് പോയിട്ട് ധൃതിയൊന്നുമില്ലല്ലോ, ഒരു ചായ ഇട്ട് കുടിക്കേ. ലതയ്ക്ക് ഞാൻ പൈസ തരുമെന്ന് ആർച്ച പറഞ്ഞില്ലേ? പറഞ്ഞു സാർ. ഞാനങ്ങനെ ആർക്കും പൈസ കൊടുക്കാറില്ല. അതും പറഞ്ഞു. പക്ഷെ ഞാൻ ലതയ്ക്ക് പൈസ തരാമെന്ന് ഉദ്ദേശിച്ച കാര്യം എന്താ അറിയാമോ? എനിക്ക് ലതയോടുള്ള സഹതാപം. ഇന്നത്തെ ദിവസം ലതയ്ക്ക് ജോലി അപ്പുറത്താണല്ലോ. പൈസയുടെ ആവശ്യം വന്നപ്പോൾ ലത അവിടെ പൈസ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? വളരെ ശരിയാണ്. പക്ഷെ ആ മൃഗം തന്നില്ല. തന്നില്ല സാർ. അവൻ തരില്ല. അവൻ വെറുതെ ആൾക്കാരെ മുമ്പ് ഇങ്ങനെ വളവള വർത്താനം പറഞ്ഞ് ഷോ കാണിക്കാൻ മാത്രമേ ഉള്ളൂ. മനുഷ്യപ്പറ്റില്ലെന്നേ. പക്ഷെ ഞാൻ അങ്ങനല്ല കേട്ടോ. അതെനിക്ക് മനസ്സിലായി സാർ. ഇനിയെങ്കിലും ലത മനസ്സിലാക്കണം, അവനെക്കാളും എന്തുകൊണ്ട് യോഗ്യനാണ് ഞാനെന്ന് കേട്ടോ. മനസ്സിലായി സാർ. പിന്നെ ആ മൃഗം അവിടെ കാണിക്കുന്ന കുഴപ്പങ്ങളൊക്കെ എന്നോട് വന്ന് പറയണം. പറയാം സാർ. അത് മാത്രം പോരാ, ഇവിടത്തെ കാര്യങ്ങളും എന്നോട് പറയണം. ഉറപ്പായിട്ടും പറയാം കേട്ടോ. അതിനാണ് ഈ പൈസയൊക്കെ തരണത്. താങ്ക് യു സാർ. ശരി. അപ്പൊ ഭാവിയിൽ ഈ നമ്പർ ഇറക്കിയ കുറച്ചുകൂടി എനിക്ക് ഇതുപോലെ കൊയ്യാൻ പറ്റും. താങ്ക് യു ദൈവമേ. ശബരിനാഥിന്റെ കേസിന്റെ ഫയലുമായിട്ട് DYSP ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. സാറിനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് ഇവിടെയാ വിളിച്ചത്. ആ ഫയൽ റെഡി ആയോ? ഇതുവരെ റെഡി ആയിട്ടില്ല സാറേ. അയ്യോ, സാറേ റെഡി ആയില്ലേ? ഇല്ല, കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് സാറേ. CPO അരവിന്ദൻ വിളിച്ചിരുന്നു. DYSP ആകെ ചൂടിലാണ്. ഓ, അപ്പൊ ഇന്ന് ചീത്തവിളി കേട്ടത് തന്നെ. രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗം? 11 മണി മുമ്പ് അത് പണി തീരുവോ? 11 മണി എന്നല്ല, വൈകുന്നേരം ആയിരുന്നാലും പണി തീരൂല. സാറ് കാര്യം ചെയ്യും, DYSP ഓഫീസിൽ വിളിച്ചിട്ട് എന്തെങ്കിലും ഒഴിവ് പറ. നന്നായി. അയാൾക്ക് ദേഷ്യം വന്നാൽ കണ്ണ് കണ്ടുകൂടാ. പിന്നെ എന്തൊക്കെയാണ് അയാൾ വിളിച്ച് പറയണേന്നും അറിയാൻ പറ്റില്ല. അയാൾ SPക്ക് റിപ്പോർട്ട് ചെയ്താൽ നമ്മുടെ പണിയും പോവും. ഓ, ഇന്നത്തെ ദിവസം ഏവനാണോ എന്താ കണി കണ്ടത്? ചുമ്മാ ഇരുന്നപ്പോൾ കാലത്ത് 1000 രൂപ പോയി. ഇപ്പം അതാ DYSPയുടെ തെറിയും. 1000 രൂപ എങ്ങനെ പോയത്? വീട്ടിലൊരു വേലക്കാരി ഉണ്ടല്ലോ, അവളുടെ കണ്ണ് നിറഞ്ഞപ്പോൾ ആർച്ചയ്ക്ക് സെന്റിമെന്റ്സ്. അവൾക്ക് സെന്റിമെന്റ്സ് ഇറക്കിയാൽ മതിയല്ലോ, കാശ് പോണ എൻ്റെ അല്ലേ. ഇന്നത്തെ ദിവസം പോയി കിട്ടിയെന്നുള്ളതാ. ഇനിയിപ്പോൾ DYSPയുടെ തെറിയും ദൈവമേ മെമ്മോ അടിച്ചു തരായിരുന്നാ മതിയായിരുന്നു. ചേച്ചി, പൈസ കിട്ടി. എവിടുന്ന്? അപ്പുറത്തുനിന്ന്. അവര് തന്നാ? ഇവിടുത്തെ സാറിനെ പോലെ ഭയങ്കര കടുംപിടുത്തമായിരുന്നു അവിടെയും. അഡ്വാൻസ് ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബലംപിടുത്തം. പിന്നെ എന്റെ വിഷമം കണ്ടപ്പോ ആർച്ച ചേച്ചി പറഞ്ഞ്, സത്യേട്ടാ പൈസ എടുത്തു കൊടുക്ക്. അങ്ങനെ പറഞ്ഞ? അങ്ങനെ പറഞ്ഞ് ചേച്ചി ദേഷ്യപ്പെട്ടതും ഭയങ്കര മര്യാദയായിട്ട് പോയി പൈസ എടുത്തോണ്ടെന്ന് തന്നു. 2000 രൂപ ചോദിച്ച് 1000 രൂപ തന്നുള്ളൂ. പിന്നെ കാര്യം എന്തായാലും നടക്കും. എന്നാലുവേ ഈ ആളുകളെ പുറമേ കാണും പോലെ അല്ല, അല്ലേ ചേച്ചി? ഈ ആർച്ച ചേച്ചിയെ കണ്ടാ പറയോ ഇത്രയും പാവമാണെന്ന്? ഒരാവശ്യം പറഞ്ഞപ്പോ അവരുടെ സ്നേഹം കാണണമായിരുന്നു. അതെവിടെ പോയി? ഇച്ചായ, ഒരു 2000 രൂപ ഇങ്ങോട്ട് വന്നേ. 2000 രൂപ ഇങ്ങോട്ട് വന്നേ. എന്നതിനാ? ചാരുവിന് കൊടുക്കാനാ. ആർക്ക്? ചാരുവിന് കൊടുക്കാനാ. ചാരുവിന് കാശ് കൊടുത്താൽ ശരിയാവത്തില്ല നീയല്ലേടി പറഞ്ഞേ? നമ്മള് കാശ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴേ അവള് നേരെ ആർച്ചയുടെ അടുത്ത് പോയി. അവർ 1000 രൂപ കൊടുത്ത്. അത് നമുക്ക് മോശമല്ലേ ഇച്ചായ? അപ്പൊ അതാണ് കാര്യം. തന്നെയാണ് കാര്യം. ഷേ, ഇനി മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് എന്തൊക്കെയായിരിക്കും ആ പെണ്ണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തവളാണ് ആലീസ്. മറ്റുള്ളവരോട് എന്തൊരു സ്നേഹമാണ് ആർച്ചയ്ക്ക്. ഷേ, കഷ്ടമായിപ്പോയി. എടി, കാശിന്റെ കാര്യത്തിൽ ലോഹ്യം കാണിക്കാൻ പാടില്ലെന്ന് നിന്റെ അപ്പച്ചൻ നിന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലേ? അഭിമാനത്തിന്റെ കാര്യത്തിൽ ലോഹ്യം കാണിക്കാം.
എന്റെ ഇച്ചായ മാനം പോയിട്ട് കാശും പിടിച്ചിരുന്നോട്ട് വല്ല കാര്യമുണ്ടോ? എന്നാ സ്വഭാവമാണ് ഇത്? തരാതരം ഇങ്ങനെ അഭിപ്രായം ഇച്ചാൻ മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. വലിയ വാജ് പിടിക്കാതെ പേഴ്സ് എവിടെ ഞാൻ എടുത്തോളാം പൈസ. ഡേ, എന്ത് എല്ലായിടത്തോണ്ട് പോരുത്. ഒന്നും എല്ലാം ഒന്നും എടുക്കത്തില്ല. എടി 2000 രൂപ എടുക്കരുത്, 1000 അപ്പുറത്തുനിന്ന് കൊടുത്തല്ലേ. 2000 രൂപയല്ലേ നമ്മളോട് ചോദിച്ചത്, അപ്പൊ 2000 രൂപ തന്നെ കൊടുക്കണം. ഇച്ചാനല്ലേ പറഞ്ഞത് മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുണ്യം കിട്ടുമെന്ന്. അങ്ങനെ കിട്ടുന്ന പുണ്യം എന്തിനാ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്? ചാരു, എന്താ ചേച്ചി? അതെ, ഞാനിങ്ങനെ ഒരുപാട് സമയം ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായതേ. എന്ത്? അല്ല, രാവിലെ നീ എന്നോട് പൈസ ചോദിച്ചില്ലേ, അപ്പൊ എനിക്കത് തരാൻ പറ്റിയില്ലല്ലോ. ഞാൻ നിന്നോട് ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി. ചേച്ചിയുടെ കുറ്റമല്ലല്ലോ, സാറ് സമ്മതിക്കാത്തോണ്ടല്ലേ. എന്നാലും നീ ഒരു നിസ്സാര കാര്യം പറയുമ്പോ ഞാനത് സാധിച്ചു തരണ്ടേ? സത്യം പറയാലോ, എനിക്ക് നീ എന്റെ അനിയത്തിനെ പോലെ. നീ ഇത് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഇച്ചായനോട് പോയി പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇച്ചായൻ പറ്റത്തില്ലെന്ന് അപ്പൊ തന്നെ പറഞ്ഞു. പക്ഷെ ഞാനൊരു ഒറ്റ കാര്യം ഇച്ചായനോട് പറഞ്ഞു, ഇച്ചായ നടക്കൂല, ചാരുവിന് പൈസ കൊടുത്തേ പറ്റുള്ളൂ, അവൾ അടുത്ത ആഴ്ച തിരിച്ചു തരത്തില്ലേന്ന്. അത് അത്രയും പറഞ്ഞപ്പോ ദേ പൈസ എടുത്തു തന്നു. എന്നാ അയ്യോ ചേച്ചി, ഇതിനകത്ത് 2000 രൂപ ഉണ്ട്. 2000 അല്ലേ നീ ചോദിച്ചത്? അല്ല, 1000 അപ്പുറത്തും തന്നായിരുന്നു. അത് അവിടെ കൊണ്ട് തിരിച്ചു കൊടുത്തട്ടെ, ഇതുകൊണ്ട് നിന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ നടത്തും. അല്ല ചേച്ചി, ഒന്നും പറയണ്ട. നിന്നെ അവിടെ ജോലിക്ക് വിട്ടത് ഞാനല്ലേ, അപ്പൊ നീ അവിടെ പോയി പൈസ ചോദിച്ചാലേ അതിന്റെ മോശം എനിക്കാ. ആ പൈസ കൊണ്ട് തിരിച്ചു കൊടുത്തോ, എന്നിട്ട് ഇതുകൊണ്ട് നിന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ നടത്തും. താങ്ക് യു ചേച്ചി. ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ആ നല്ലതേ വരും. കൊള്ളാലോ പരിപാടി. CPO അരവിന്ദൻ. അരവിന്ദ, പൂകുഞ്ഞ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അത് സത്യത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ ആ ആണോ? ആഹാ, സത്യമായിട്ടും? ഓ, എത്തിക്കാം. പിന്നെന്താ, എല്ലാം കഴിഞ്ഞിരിക്കുക. ഓക്കെ 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 രക്ഷപ്പെട്ടു. പൂക്കുഞ്ഞേ, കനകാമ്പര, സ്വർണ്ണലേ, ഒന്നും കൂടെ വന്നേ. എന്താ സർ? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ? ദൈവം എന്റെ കൂടാണെന്നുള്ളത്. എവിടെയാണ് സാർ? എടോ, നിങ്ങളൊക്കെ എന്താ പറഞ്ഞേ? DYSP എന്നെ അങ്ങ് മൂക്കി കയറ്റി കളയുന്നു. ഒന്നും സംഭവിച്ചില്ല. കളക്ടർ കോൺഫറൻസ് വിളിച്ചു, DYSP അങ്ങോട്ട് പോയി, ഫയലുമായിട്ട് നാളെ ചെന്നാ മതി. ദൈവം കാത്ത്. എടോ, ദൈവം എന്നെ അങ്ങനെ എങ്ങനെയൊന്നും കൈവിടില്ല. വെറുതെ അല്ല, ഞാൻ അധ്വാനിച്ചതാണ് 1000 രൂപ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെലവാക്കിയത്. അപ്പൊ അതിന്റെ ഗുണം എനിക്ക് കിട്ടാതിരിക്കുവോ? 1000 രൂപയുടെ പോയി സാറേ? എങ്ങും പോയില്ലടോ. ആ 1000 രൂപയാണ് എന്റെ മാനം കാത്തത്. നിങ്ങളൊക്കെ ഞാൻ ചെയ്യും പോലെ ചെയ്യണം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് പൈസ മാറ്റി വെക്കണം. അപ്പൊ അതിന്റെ ഗുണം നമുക്കുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാൻ ചെയ്യാം സാർ. ഓ, എന്റെ ഈ കഷ്ടപ്പാട് മാറുമെങ്കിൽ 1000 അല്ല 1,00,000 രൂപ വരെ ഞാൻ മുടക്കാം. അതെ, ശമ്പളം കിട്ടുന്ന കാശ് വാങ്ങി ബാറിൽ കൊണ്ട് കൊടുക്കുന്ന കാര്യമല്ല സാർ പറഞ്ഞു. അതെ, എന്റെ കാശ് എങ്ങനെ ചെലവാക്കണം എന്ന് എനിക്കറിയാം. എന്നെ അതെ, പഠിപ്പിക്കാൻ പറ്റും. ഒന്ന് നിർത്തിക്കേ. ഞാനൊരു സന്തോഷമുള്ള കാര്യം നിങ്ങളെ വിളിച്ച് അറിയിച്ചപ്പോ അതിന്റെ പേരിൽ രണ്ടും കൂടെ വഴക്കിടുക. അത് വേണ്ട. പിന്നെ എന്തായാലും എനിക്ക് സന്തോഷം ഉണ്ടായ സ്ഥിതിക്ക് നിങ്ങൾക്കല്ല എന്റെ വക ഒരു ചെലവ്. എന്താണ് സാറ് ചെലവ് പറയണം? സാർ, കണ്ടു സാറേ, ഇതാണ് ഇങ്ങനൊരു കുഴപ്പം. അത് വേണ്ട. ഇന്ന് വൈകുന്നേരം ചായ കൂടി എന്റെ വക ഫ്രീ. ചാരു, എന്താ ചേച്ചി? കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ട് ചാരു. ഇന്ന് നിനക്ക് എന്റെ വക ഉഗ്രനൊരു സർപ്രൈസ് ഉണ്ട്. എന്ത്? അതെ, ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇപ്പൊ എനിക്ക് സന്തോഷായി. ചേച്ചി എന്തോന്ന് പറയണ? അതൊക്കെ ഞാൻ പറയാം. നിനക്ക് രാവിലെ ഞാൻ തന്ന പൈസ ഇല്ലേ, അത് നീ എനിക്ക് തിരിച്ചു തരണ്ട. നിന്റെ ശമ്പളത്തിൽ നിന്ന് അത് പിടിക്കേയില്ല. അതാണ് നിനക്ക് തരുന്ന സമ്മാനം. അയ്യോ, എനിക്ക് ചേച്ചി എന്തോന്ന് പറയണം? ഇടി, നിനക്ക് ഞാൻ രാവിലെ പൈസ തന്നപ്പോ നിനക്ക് സന്തോഷായില്ലേ? നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ചേച്ചി. അതുകൊണ്ടാണ് എനിക്ക് പൈസ വേണ്ട അത് പറഞ്ഞത്. ഇവർക്ക് എന്താ പ്രാന്താണോ? വെറുതെ ഓരോന്ന് പോപ്പപ്പ് ചെയ്ത് വരും. ഇച്ചായ, കിച്ചു എൻട്രൻസ് ജയിച്ചിച്ചായ.
ആണോ? ആ ആഹാ. കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ട്. കഷ്ടപ്പെട്ട് പഠിച്ചോണ്ടല്ല, നീ പ്രാർത്ഥിച്ചോണ്ടാ കിട്ടി. അല്ലല്ല, എന്റെ പ്രാർത്ഥന കൊണ്ട് തന്നെയാ ജയിച്ചത്. ആയിക്കോട്ടെ. പിന്നെ ഞാൻ ചാരുവിന് കൊണ്ടുപോയി പൈസ കൊടുത്തില്ലേ, അവൾ ആ പൈസ കിട്ടിയ സന്തോഷത്തിൽ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? എന്താ? ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാന്ന്. ആഹാ. ഒരു കാര്യത്തിന് വേണ്ടിട്ടേ ഒരുപാട് പേര് പ്രാർത്ഥിച്ച ആ ആഗ്രഹം ദൈവം നമുക്ക് നടത്തി തരുവിച്ചായ. ആണോ? പിന്നെ ആ സന്തോഷത്തിലേ ഞാൻ അവളോട് പറഞ്ഞ് ആ തന്ന 2000 രൂപ എനിക്ക് തിരിച്ചു തരണ്ടെന്ന്. എന്നാന്ന്? ആ അടുത്ത മാസം ശമ്പളത്തിൽ നിന്ന് പിടിക്കേയില്ല എന്ന് പറഞ്ഞ്. നിനക്കെന്നാടി പ്രാന്താണോ? 1-2 രൂപയല്ല, 2000 രൂപയാ. ഇച്ചാനല്ലേ പറഞ്ഞത് പാവങ്ങളെ സഹായിക്കണം, അപ്പൊ അതിലൂടെ നമുക്ക് പുണ്യം കിട്ടുമെന്ന്. അങ്ങനെ പറഞ്ഞായിരുന്നു. ചാരുവിനെ നമ്മൾ സഹായിച്ചു, അതിന്റെ പുണ്യം നമുക്ക് കിട്ടി. കിച്ചു ജയിച്ചു. ഇനി ആ പുണ്യത്തിന് വേണ്ടി മുടക്കിയ കാശ് തിരിച്ചു ചോദിക്കുന്നത് ശരിയാണോ? അത് ദൈവത്തിലേക്ക് പോയില്ലേ? ആണോ? ആ അത് പോട്ടെ ഇച്ചായ, നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഇല്ലേ? നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഇല്ലെന്നാ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ. ഇച്ചായന് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇനിയും പൈസ ഉണ്ടാക്കാലോ. അയ്യടി, നല്ല സുഖമുണ്ടല്ലേ? അപ്പൊ സത്യമായിട്ട് പറഞ്ഞു വരുന്നത് രാവിലെ ലതയ്ക്ക് പൈസ കൊടുത്തോണ്ട് ഇന്ന് രക്ഷപ്പെട്ടു എന്നാ? സംശയമുണ്ടോ? ലതയ്ക്ക് പൈസക്ക് ആവശ്യം വന്നു, ലത നമ്മളോട് വന്ന് ചോദിച്ചു, നമ്മൾ ലതയ്ക്ക് പൈസ കൊടുത്തു. അപ്പൊ അതിന്റെ സന്തോഷത്തില് ലത പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, അതിന്റെ പുണ്യമായിരിക്കും നമുക്ക് കിട്ടിയത്. മോള് പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ. സത്യമായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ പലതും വിശ്വസിക്കുന്നേ. എന്തായാലും ഇതിപ്പോ നമുക്ക് പൈസയുടെ ചെലവൊന്നുമില്ല, വലിയൊരു അപകടത്തിൽ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്തേ. അത് ശരിയല്ല സത്യേട്ടാ, നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തപ്പോ നമുക്കൊരു ഭാഗ്യം വന്നു. അപ്പൊ ആ ഉപകാരം മറക്കാൻ പാടുണ്ടോ? മറക്കണല്ലോ. അതുകൊണ്ട് അവക്ക് കൊടുത്ത പൈസ വേണ്ടെന്ന് വെച്ചൂടെ? അതെങ്ങനെ വേണ്ടെന്ന് വെച്ചാ അർച്ചേ, നമ്മൾ കടമായിട്ട് കൊടുത്തതാണ്, കടം കൊടുത്തത് തിരിച്ചു മേടിക്കണം. ഇന്ന് എന്തായാലും സത്യേട്ടന് ഒരു ഭാഗ്യം വന്നു. അപ്പൊ ലതയ്ക്ക് കൊടുത്ത പൈസ വേണ്ടെന്ന് വെച്ചാൽ ഇതിലും വലിയ ഭാഗ്യം വരില്ലേ? ആ ഭാഗ്യം എനിക്ക് വേണ്ട. എനിക്ക് വേണം. ആ ലതേ, അതെ ഇന്ന് രാവിലെ സത്യേട്ടൻ നിനക്ക് എന്ന പൈസ ഇല്ലേ, അത് വേണ്ടെന്ന് സത്യേട്ടൻ പറഞ്ഞു. അത് നീ വച്ചോ. ശരി. അർച്ചേ, നീ എന്ത് തോന്നിയ ദിവസമാണ് ഈ കാണിച്ചത്? എന്റെ 1000 രൂപ. 1000 രൂപയല്ലേ? 1000 ആനയൊന്നും അല്ലല്ലോ. അതെ, ഒരു 500 തരാൻ പറ. ഇങ്ങനെ എച്ചിത്തരം പറയല്ലേ സത്യേട്ടാ. ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തു വെച്ച് നശിച്ചു പോകാനൊന്നും പോകുന്നില്ല. ശരി, നീ എന്നാ പോട്ടെ, ഒരു 750 രൂപ എടുത്തിട്ട് 250 രൂപ തരാൻ പറ അർച്ചേ. അതെ, ഒരു 100 തരാൻ പറ.